അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറ്റ്യാടി നിയോജക മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 333 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CPM-ന്റെ KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ ഇവിടെ നിന്ന് ജയിക്കുന്നത്. അന്ന് പാറക്കൽ അബ്ദുള്ളയായിരുന്നു എതിർ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ. അദ്ദേഹം ഇവിടെ സിറ്റിംഗ് MLA കൂടിയായിരുന്നു. ഇനി ആ തെരഞ്ഞെടുപ്പ് കാലം കൂടി നമ്മൾ ഓർമ്മയിലേക്ക് വരേണ്ടതുണ്ട്. അതായത് CPM ഈ സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വിട്ടുകൊടുക്കുന്നു. അതിന് പിന്നാലെ കുറ്റ്യാടിയിലെ CPM അണികൾ തെരുവിലിറങ്ങുകയും സീറ്റ് CPM-ന് തന്നെ വേണമെന്ന് മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്യുന്നു. പ്രതിഷേധം കനത്തതോടെ CPM-ന് വീണ്ടും സീറ്റ് തിരിച്ചെടുക്കേണ്ട സ്ഥിതി വരികയായിരുന്നു. അങ്ങനെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ 333 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത്. ഇനി മണ്ഡലത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 2008 ഈ മണ്ഡലം രൂപീകരിക്കുന്നത്. ശേഷം നടന്ന 2011 തെരഞ്ഞെടുപ്പിൽ CPM-നൊപ്പമായിരുന്നു മണ്ഡലം. KK ലതിക ഇവിടെ നിന്ന് ജയിക്കുകയാണ്. ശേഷം 2016 മണ്ഡലം UDF-നൊപ്പം നിൽക്കുന്ന കാഴ്ച കാണുന്നു. പാറക്കൽ അബ്ദുള്ള ജയിച്ചു കയറുന്നു 1157 വോട്ടുകൾക്ക്. 2021 വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ CPM സ്ഥാനാർത്ഥി ജയിക്കുന്നു. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മുന്നണിയെ മാറി മാറി ജയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ സ്ഥിതി എന്താകുമെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇക്കുറി ആർക്കാണ് ഇവിടെ മുൻതൂക്കമെന്ന് പരിശോധിക്കുകയാണ് സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈറ്റ്. വോട്ടർമാരുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണ്, സിറ്റിംഗ് MLA-ക്ക് എത്ര മാർക്കുണ്ട്, ഒപ്പം തന്നെ പാറക്കൽ അബ്ദുള്ള ഇവരുടെ മുൻ MLA വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. ഏതായാലും സ്ഥാനാർത്ഥികളായി 2021 പാറക്കൽ അബ്ദുള്ളയും ഇപ്പോൾ സിറ്റിംഗ് MLA ആയ KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററും തന്നെയായിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നമുക്ക് വോട്ടർമാരുടെ പ്രതികരണം തേടാം. ആർക്കാണ് ഇവിടെ കൂടുതൽ സാധ്യത? കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ ഇപ്പോഴത്തെ MLA-യും പാറക്കൽ അബ്ദുള്ളയും തന്നെ വീണ്ടും വരാനാണ് സാധ്യത സ്ഥാനാർത്ഥികളായിട്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ടൈറ്റ് ഫൈറ്റ് ആവോ? അതിപ്പോ കുറ്റ്യാടി മണ്ഡലം നോക്കുന്ന ടൈറ്റ് മത്സരം വരുവാൻ സാധ്യതയുണ്ട്. ടൈറ്റ് മത്സരം ആണെങ്കിലും ആര് ജയിക്കും? ജയിക്കുവാന് രണ്ടും 50-50 ആയിട്ടാ സാധ്യത കാണുന്നത്. കുറ്റ്യാടി എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേർക്കും സാധ്യതയുണ്ട്. രണ്ടുപേർക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ടൈറ്റ് മത്സരമായിരിക്കും ഇവിടെ നടക്കുക. കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA എന്നുള്ള നിലയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. റോഡ് വർക്കൊക്കെ ഇപ്പം നടത്തുന്നുണ്ട്. പാറക്കൽ മുമ്പ് ഒരുപാട് വികസനം മുമ്പ് കൊണ്ടുവന്ന ആളാണ്. പിന്നെ കുഞ്ഞമ്മദ്കുട്ടി മാഷ ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുന്നതാണ്. ഇപ്പം ജനങ്ങൾ ഇലക്ഷന് നമുക്ക് രണ്ടുപേർക്കും സാധ്യത ഉണ്ട്.